മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് തർക്കം. ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ നിലപാടിനെതിരെ മറുപക്ഷം രംഗത്ത് വന്നു. അതേസമയം സംഘടനകൾ വർഗീയ പ്രചരണം നടത്തരുതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി ഒരു സമ്മേളനത്തിലും യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലുമാണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്നും വിട്ടുകൊടുക്കാനാവില്ലെന്നും വ്യക്തമാക്കിയത്. ഭൂമി അവിടെ താമസിക്കുന്നവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തെ ഇരുവരും തള്ളിപ്പറയുകയും ചെയ്തു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും 1950 അത് വഖഫായതെന്നുമാണ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കിയത്. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല. അതറിയാതെ സ്ഥലം വാങ്ങിയവർക്ക് വിറ്റവരിൽ നിന്ന് വില തിരികെ വാങ്ങിക്കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഇതിനെ തള്ളിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്തെത്തിയത്. ഇതിനെതിരെ ഇ.കെ. സുന്നി വിഭാഗത്തിലെ മുസ്ലിം ലീഗ് പക്ഷം രംഗത്തു വന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് തള്ളിയ അബ്ദുസമദ് പൂക്കോട്ടൂർ സ്ഥലം വിലക്കെടുത്ത് വാങ്ങിയവരുടെ കണ്ണീര് അവഗണിക്കരുതെന്നും പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് സമസ്ത നേതൃത്വമാണെന്നും ആരെങ്കിലും പൊതുയോഗത്തിലോ മറ്റോ അഭിപ്രായം പറയുന്നത് സമസ്തയുടെ നിലപാടായി കാണാനാകില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ സമസ്ത സംസ്ഥാന പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആണ് നിലപാട് പറയേണ്ടത്. മുനമ്പം ഭൂമി വഖഫ് തന്നെയാണെന്നും എന്നാൽ വില കൊടുത്ത് അവിടെ ഭൂമി വാങ്ങിയവരെ തെരുവിലിറക്കാൻ പാടില്ലെന്നും സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. പണം കൊടുത്ത് ഭൂമി വാങ്ങിയവരും കുടികിടപ്പവകാശമുള്ളവരും അവിടെ തന്നെ തുടരണം. ഇക്കാര്യത്തിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. മുനമ്പം വിഷയം രാഷ്ട്രീയമോ വർഗീയമോ ആക്കരുതെന്നും സുപ്രഭാതത്തിലെ ലേഖനം സമസ്തയുടെ അഭിപ്രായമില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇതിനിടെ വിഷയം കൂടുതൽ വർഗീയവൽക്കരിക്കരുതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മുനമ്പം ഭൂമിയെ ചൊല്ലിയുള്ള വിവാദം വർഗീയ ചേരിതിരിവിന് ഇടയാക്കിയിരിക്കുകയാണ്. പൊതുവെ മിതവാദികളായി അറിയപ്പെടുന്ന ഇ.കെ. സുന്നി വിഭാഗത്തിന്റെ നേതാക്കൾ തർക്കം മൂർച്ഛിപ്പിക്കുന്ന നിലപാടുമായി എത്തിയത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന സമവായ നീക്കങ്ങളെ തടയാൻ കൂടി ലക്ഷ്യമിട്ടാണ് ലീഗുമായി ഇടഞ്ഞ ഇ.കെ. സുന്നികളുടെ നീക്കം. ഇടതു സർക്കാർ വിഷയത്തിൽ പരിഹാരമില്ലാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നതിനിടെയാണ് സർക്കാരുമായി നല്ല ബന്ധമുള്ള ഇ.കെ. സുന്നി വിഭാഗത്തിൽ ഒരു വിഭാഗം ഭൂമി വിട്ടുകൊടുക്കാനാകില്ലെന്ന നിലപാട് വ്യക്തമാക്കിയത്. നിലപാട് മാറ്റത്തിന് പിന്നിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടോ എന്നും മറുവിഭാഗം സംശയിക്കുന്നുണ്ട്. അതേസമയം മുനമ്പം വിഷയത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുക ഇടതുപക്ഷമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപ്രശ്നത്തിന്റെ പേരിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടിനെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേരുന്ന കാര്യമല്ലെന്നും മുസ്ലിം സംഘടനകൾ യോഗം കൂടി കാര്യം വ്യക്തമാക്കിയതാണെന്നും മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയെടുക്കണമെന്നും തങ്ങൾ പൂർണ്ണമായും സഹകരിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിൽ എല്ലാമുണ്ട്. ഇനി അതിൻ്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യത്തെ ആരും പ്രോത്സാഹിപ്പിക്കരുത്. വിഷയത്തിലെ പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുക ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രശ്നം വരുന്നത്. 2009 നിസാർ കമ്മീഷനെ നിയോഗിച്ചത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി പിടിച്ചെടുക്കണം, ഏറ്റെടുക്കണമെന്നൊക്കെ തീരുമാനിച്ചതും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുണ്ടായ നടപടികളൊക്കെ. ബോർഡ് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ടാകും. അസംബ്ലിയിൽ പല ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകും. വിഷയത്തിൻ്റെ തുടക്കമിട്ടത് ഇടതുപക്ഷം തന്നെയാണെന്നും കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ടു. ഇടത് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകൾ വെച്ച് കേരളത്തിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ചേരിതിരിവുണ്ടാക്കുന്ന പരിപാടികൾ നടത്തരുത്. വാർത്തകൾ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് വിഭാഗീയത സൃഷ്ടിക്കാനാവരുതെന്നും മുസ്ലിം ലീഗിൻ്റെ നിലപാടിന് തിരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലീഗിൻ്റെ നിലപാട് അവിടെ രമ്യമായ പരിഹാരം വേണമെന്നു തന്നെയാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ അജണ്ടയിലുള്ള വിഷയം അവിടുത്തെ ബിഷപ്പുമാരുമായി അവസരം ലഭിച്ചാൽ സംസാരിക്കണമെന്നാണ്. ആ നിലയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. സർക്കാർ രമ്യമായ പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതിന് മുൻകൈയെടുക്കും. പരിഹാരമുണ്ടാക്കാനാകുന്ന വിഷയമാണത്. എന്തിനാണ് വെറുതെ ഈ വിഷയം എടുത്തിട്ട് സാമുദായിക ചേരിതിരിവുണ്ടാക്കുന്നത്? BJP കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഓരോരുത്തർ മുനമ്പത്ത് വന്ന് വർഗീയ പ്രസംഗങ്ങൾ നടത്തുകയാണ്.
എന്നാൽ സർക്കാർ ഇപ്പോഴും അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, സെക്രട്ടറി പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.